ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. സമാനതകളില്ലാത്ത ക്രിമിനൽ പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി MLA കുപ്പായത്തിന്റെ തണലിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയുടെ തണലിൽ, PD സതീശന്റെ തണലിൽ, ഷാഫി പറമ്പിലിന്റെ തണലിൽ ഈ സൈക്കോപാത്ത് കെട്ടിയാടിക്കൊണ്ടിരുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ബോധ്യപ്പെട്ട തെളിവ് സഹിതം പുറത്തേക്ക് വന്ന ഈ സൈക്കോപാത്തിനെടുത്ത് പുറത്തു കളയാനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനില്ല എന്ന് ബോധ്യപ്പെടല്ലേ ഈ ദിവസങ്ങളിൽ. ഈ വിധത്തിൽ കോൺഗ്രസുകാരുൾപ്പെടെ, കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വം ഉൾപ്പെടെ പറഞ്ഞു, ഈ ചെങ്ങാതി രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് നാട്ടിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അർഹതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കളടക്കം പറഞ്ഞില്ല. കക്ഷി രാഷ്ട്രീയ നേതാവന്യേ ഈ നാട്ടിലെ മനുഷ്യന്മാർ പറഞ്ഞു. എന്നിട്ടും കേരളത്തിലെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളാകമെന്ന് പറഞ്ഞില്ലേ, ഈ ചെങ്ങാതി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം, MLA സ്ഥാനത്ത് രാജിവെച്ച് പുറത്തേക്കെടുത്ത് കളയണം, രാജി എഴുതി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കളയാൻ കഴിയില്ല. എന്താ കളയാൻ കഴിയാത്തത്? നിങ്ങള് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒന്ന് പരതിയാൽ ബോധ്യപ്പെടും. ഇവന്റെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ, ഷാഫി പറമ്പിൽ, ഇവന്റെ ഗോഡ് ഫാദർ ചെലവും കൊടുത്ത് പോറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്നലെ വൈകുന്നേരം പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ഇന്നലെ വൈകുന്നേരം പ്രത്യക്ഷപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അത് ഒരു സ്ക്രീൻഷോട്ടാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഫോൺ റെക്കോർഡിന്റെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. 9 മിനിറ്റ് 27 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന കോൾ റെക്കോർഡാണ്. ആ കോൾ റെക്കോർഡ് പുറത്തേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിക്കാൻ നടക്കുന്ന മറ്റൊരു കേരളത്തിലെ നേതാവ് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകേണ്ടി വരും. അത് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടും. ആ സ്ക്രീൻഷോട്ടിലെ മൊബൈൽ നമ്പർ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, ഇപ്പൊ ആരുടെ നമ്പർ, ആരും രാഷ്ട്രീയ നേതാവ് നോക്കുമ്പോ VD സതീശൻ, ഒപ്പോസിഷൻ ലീഡർ ഓഫ് കേരള എന്ന് ട്രൂ കോളറിൽ വരികയാണ്.